അപ്പോൾ നമ്മുടെ ഓണത്തിന് അടിപൊളി രസം ഉണ്ടാക്കിയാലോ? ഹായ്, നോക്കിക്കോളൂ. ഹായ്, പടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ നമ്മളത് രസമാണ്. നമ്മൾക്കിപ്പോൾ ഒരു സദ്യയാണ് വെച്ചാൽ അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് രസമാണ്. ഇപ്പോൾ രസമില്ലാതെ നമുക്ക് ഏത് കാര്യവും അത്ര പെട്ടെന്നല്ല. എന്ത് സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു ഗ്ലാസ് രസം അല്ലെങ്കിൽ ഒരു കയ്യിലാണെങ്കിലും നമ്മൾ രസം ഫസ്റ്റ് വാങ്ങിച്ച് കഴിക്കുന്നത് അതായിരിക്കും. ഇന്നത്തെ നമ്മുടെ രസം കല്യാണത്തിനും ഓണത്തിനൊക്കെ സ്പെഷ്യൽ രസമാണ്. അതായത് അടിപൊളിയായിരിക്കും നമുക്ക് കഴിക്കാൻ. അതിലേക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങളൊന്നും പരിചയപ്പെടുത്തിയാലോ? ഫസ്റ്റ് വേണ്ടത് നമുക്ക് സാമ്പാർ പരിപ്പ്, കായം, കുരുമുളക്, വറ്റൽമുളക്, ചെറിയ ജീരകം, മല്ലി, ഉപ്പ്, വെളിച്ചെണ്ണ, മല്ലിയില, കറുവപ്പലിൻ്റെ ഇല, പിന്നെ വാളംപുളി, ചെറുനാരങ്ങ, വെല്ലം, തക്കാളി. ഞാൻ ഇത്രയും വെച്ചിട്ടാണ് രസം ഉണ്ടാക്കാൻ പോണത്. ഫസ്റ്റ് വേണ്ടത് എന്താണ്? നമുക്ക് പരിപ്പും തക്കാളിയും ഒന്ന് വേകാൻ വെക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് പരിപ്പും തക്കാളിയും വേകാൻ വെക്കാം. അതായത് ഇത് സാമ്പാർ പരിപ്പാണ്, നല്ലപോലെ കഴുകിയതാണ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. 2 തക്കാളി, അതായത് പുളിയുള്ള തക്കാളി 2 നൈസായി അരിഞ്ഞത് ഇതിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഇതിലൊരു 3 വിസിൽ വരട്ടെ. നമുക്ക് രസത്തിന് എന്തൊക്കെയാണെന്നുള്ളത് വറുത്തെടുക്കാം. ചീൻചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. ചീൻചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വറുക്കണത് വെളിച്ചെണ്ണയായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ചെയ്യാം, പക്ഷെ വെളിച്ചെണ്ണ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതും വെളിച്ചെണ്ണയാണ്. 2 തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊന്ന് നന്നായി ചൂടാവട്ടെ. കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കട്ടക്കായാണ് ഏറ്റവും നല്ലത് ഇതിന്. ഞാനൊരു ചെറിയ പീസ് ചെറുതായിട്ട് പൊട്ടിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും 3 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കായം അങ്ങനെ നന്നായി ചൂടായിട്ടുണ്ട്. പച്ചമല്ലി ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ. വറ്റൽ മുളക് ഒരു 3-4 എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ. തീ കമ്മിയായി വെക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോവും. കുരുമുളക് ഒരു 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. നോക്കിക്കോളൂ. 2 ടേബിൾ സ്പൂണ്. ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്കിത് കുറച്ചേ വയ്ക്കണമെന്നുള്ളൂ എന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഉണ്ടാക്കാം. അങ്ങനെ അതിൻ്റെ എല്ലാ പച്ചമണം പോയി നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കി നമുക്കിത് ഇറക്കി വയ്ക്കാം. നല്ലപോലെ ഇത് നന്നായി ഒന്ന് ചൂടാറട്ടെ. നമ്മൾക്കിപ്പോൾ ഇതിൽ 3 വിസിൽ വന്നു. ഗ്യാസ് ഓഫാക്കണോ. ഇതും നല്ലോണം ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ അങ്ങനെ വറുത്തെടുത്ത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ട് കൊടുക്കാം. നമുക്ക് 2 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. 2 പീസ്. അങ്ങനെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നന്നായി നോക്കിക്കോളൂ. എന്താ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1/2 ടേബിൾ സ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നോക്കിക്കോളൂ. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തോളൂ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കാം. ഒരു വാളം പുളിയാണ്. ഞാനൊരു നാരങ്ങൻ്റെ അത്രയും എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം.
പുളിയൊക്കെ അനുസരിച്ച് ഒഴിച്ചു കൊടുത്തോളൂ. പുളി കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ, ഇല്ലാത്തവർക്ക് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തോളൂ. കുറച്ചും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം. അങ്ങനെ പുളിയും വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു 3/4 ലിറ്ററോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നിങ്ങളുടെ അനുസരിച്ചിട്ടാണ്. അതായത് ചിലവർക്ക് ഇത്തിരി കട്ടി വേണ്ടി വരും, ചിലവർക്ക് ഇത്തിരി വെള്ളം പോലെ വേണ്ടി വരും. അപ്പം വെള്ളം പോലത്തെ രസമാണ് അടിപൊളിയായിരിക്കുക. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇളക്കി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. അരച്ച് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മിക്സിയും കൂടെ ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് മൂടി വയ്ക്കാം, തിളക്കട്ടെ. നന്നായി തിളക്കട്ടെ. അപ്പോൾ നമുക്ക് രസം ഒന്ന് തുറന്ന് നോക്കാം. നല്ല പോലെ തിളക്കിണ്ട്, നോക്കിക്കോളൂ. നമുക്ക് ഗ്യാസ് കമ്മിയാക്കാം. ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടത്? വെല്ലം. അതായത് വെല്ലം നമ്മൾക്ക് ഒരു പീസ് ഇട്ട് കൊടുക്കുക. ഒരു വെല്ലത്തിൻ്റെ ഒരു പീസ് ഇതിലിട്ട് കൊടുക്കാം, നോക്കിക്കോളൂ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ചെറുനാരങ്ങ. ചെറുനാരങ്ങൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് ഓഫാക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ രസം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് ഓഫാക്കാം. ഇനി അടുത്തത് എന്താ വേണ്ടത്? അതായത് കറുവപ്പല. അതായത് ഒരു 3-4 തണ്ട് ഊരിയതാണ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഈ തണ്ടോടെ ഇട്ട് കൊടുത്തോളൂ. വലിയ വലിയ തണ്ടായി എടുത്തോളൂ. നമുക്കപ്പോൾ മാറ്റിയിട്ട് രസം മുക്കിയെടുക്കുക എളുപ്പമായിരിക്കും. വലിയ തണ്ടായി ഇട്ടോളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ സൂപ്പർ ഓണത്തിൻ്റെ അടിപൊളി രസം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രസമാണ്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, നമ്മൾക്കിപ്പോൾ ഇത് വയറിപ്പോൾ നമ്മൾക്ക് ഒരു ഇടങ്കേടാണ് തോന്നിക്കഴിഞ്ഞാൽ കൂടി നമ്മൾക്ക് ഈ രസം ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ശുപ്പ് നാകുന്നതാണ്. എന്താണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പായസം ഇടങ്കേടായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് സദ്യക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പോയി എടുത്ത് കുടിക്കുന്നത് രസമായിരിക്കും. അതായത് അറ്റ വേനൽക്കാലത്താണെങ്കിലും നമുക്ക് രസം കുടിക്കുക പറഞ്ഞാൽ നല്ല ഇഷ്ടമായിരിക്കും. കാരണം ഇതിൽ ചേരുവകൾ അങ്ങനത്തെയാണ്. എല്ലാം നമുക്ക് വേണ്ടിപ്പെട്ട ചേരുവകളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കില്ല എന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വേഗം ഇത്തിരി രസം എടുക്കും. നല്ല പോലെ ചോറൊന്ന് കുഴച്ചിട്ടാണ് നമ്മൾ ചെറിയ കുട്ടികൾക്ക് പോലും നമ്മൾ കൊടുക്കുക. അത് അധികം എരിവും ഉണ്ടാവില്ല, കഴിക്കാൻ ടേസ്റ്റിയും ആയിരിക്കും. അപ്പോൾ നമ്മൾക്കിപ്പോൾ നല്ലൊരു പനിയാണ് വരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വായക്കും ചിരിക്കും ഒന്നും പിടിക്കാത്ത നമ്മൾക്കൊരു കാലഘട്ടങ്ങളൊക്കെ വരും. ഈ കർക്കിടക മാസം അങ്ങനെയൊക്കെ ആകുമ്പോൾ അധികം പെട്ടെന്ന് ആരും എന്താ ചെയ്യുക? ഒരു രസം വെച്ച് കഴിക്കൂ എന്നാണ് ആദ്യം പറയുക. അതായത് നമ്മുടെ നാടൻ ഇതിൻ്റെ ഉള്ളതിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല, എങ്കിലും ഞാൻ പറഞ്ഞു തരികയാണ്. രസം എന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ ദേഹത്തിലേക്ക്. കൊച്ചു കുട്ടികൾക്ക് പോലും നമ്മൾ രസം ഒഴിച്ച് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അത്ര അടിപൊളി ടേസ്റ്റിയാണ്. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി പുതിയ ഇതിനേക്കാളും കിടിലമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബായ്.